experience. എന്താ ഷാന ചേച്ചി? എന്നെയാ? ഇല്ല, ആരും വിളിച്ചില്ല. ചേച്ചിനെയാ? എന്തിന്? കസേരയുടെ കാര്യത്തിനാ? അതിനെന്തിനാ അവര് ചേച്ചിനെ വിളിക്കുന്നത്? എന്നെ വിളിച്ചാ പോരെ? എന്നിട്ട് അത് കൊള്ളാല്ല. പിന്നെ കസേര കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരത് കൊണ്ടുപോയ പോലെ തന്നെ കൊണ്ടുവരും. ഇവർക്കെന്താ ഇത്ര പ്രശ്നം? അല്ലല്ല, എന്നെ വിളിച്ചില്ല. എന്നെ വിളിച്ച എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത്. അതെ, അവര് കൊണ്ടുപോയെന്നുള്ള കാര്യം ശരിയാണ്. അവര് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. കൊണ്ടുവരട്ടെ, കൊണ്ടുവരുമല്ലോ. കസേരയല്ലേ, അത് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ ഇട്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അഥവാ അവർ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇവരാരും അത്ര കിടന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, ഇതൊക്കെ പറയാനല്ലേ ഞാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിലിട്ടാ പോരെ, മെസ്സേജ് ഇട്ടാ പോരെ. ചേച്ചി ഒന്നും പറയാൻ നിൽക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറ. ശരി. അതെ, കറി വയ്ക്കാൻ പോകുന്നു. ശരി എന്നാ. അല്ലാത്ത സുഖേട് തന്നെ പൊന്നോ. കസേര ക്ലീറ്റ് വെച്ചിട്ട് കൊണ്ടുപോയി വിഴുങ്ങുമല്ലോ. പെണ്ണുങ്ങളുടെ ഒരു കാര്യം. കരിവേപ്പില എടുത്തു തരുമോ ക്ലീറ്റോ? അതെ, നീ എന്ത് കരുവേപ്പലേ അങ്ങോട്ട് എടുക്ക്. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോവാറങ്ങി. അതിന് എനിക്ക് കൈ എത്തൂല. എവിടെ ഇനി അതിന് പൊട്ടിക്കാനാ? ക്ലീറ്റ് വെച്ചേട്ടാ, ഞങ്ങളുടെ കസേര എന്തേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, ഒരു കസേര എടുത്തിട്ട് അതിൽ കയറി എന്നിട്ട് അത് പൊട്ടിക്ക്. നിർത്തിക്കേ. എന്റെ കസേര എന്തേ? നിന്റെ കസേര നിന്റെ വീട്ടിൽ കാണൂല. ഇവിടെ ഈ കസേര എന്ന് പറഞ്ഞാ ആ കസേര അല്ല, ഞങ്ങളുടെ കുടുംബശ്രീക്കാരുടെ കസേര. അത് കുടുംബത്തിൽ അല്ല, കുടുംബശ്രീയിൽ കാണും. അതുപോലും ക്ലീറ്റ് വെച്ചേട്ടന് ഓർമ്മയില്ലേ? ആ കസേര നടരാന്റെ വീട്ടിൽ ഉണ്ട്. ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്ര നാളായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. അല്ല, അതെ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഒരു പ്രാവശ്യം അവൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഞാനത് മറന്നു. എന്നിട്ട് അവനത് ഓർക്കുമ്പോൾ ഞാൻ മറക്കും. ഇങ്ങനെ ആകെ മറന്നും. മേടിച്ചോണ്ട് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ല, തിരിച്ചു കൊണ്ടുവരാൻ ആ ഇൻട്രസ്റ്റ് കാണിക്കാത്ത എന്തുവാ? ഈ ഒരു കസേര അല്ലേ നിസാര, നമ്മൾ ഇരിക്കണ കുറച്ച് കസേര, അതിനിങ്ങനെ ബഹളം വെക്കല്ലേ. എന്റെ ക്ലീറ്റ് വെച്ചേട്ടാ. അതെ, ബഹളം നീ മിണ്ടരുത് കേട്ടാ. നിന്നോട് ഞാൻ ആവുന്നത് പറഞ്ഞാണ് ഈ മനുഷ്യന് കസേര കൊടുത്ത് വിടല്ലേ എന്ന് കേട്ടോ. ചേച്ചി ഇവിടെ വെറുതെ ഇട്ടേക്കണോണ്ടല്ലേ കൊടുത്തു വിട്ടത്. അത് അവരുടെ ആവശ്യം കഴിയുമ്പോ കസേര അവിടെ ആരും എടുത്ത് തിന്നൊന്നുമില്ല, അത് അവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടാ. ലില്ലി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ആഴ്ച മീറ്റിംഗ് കൂടുമ്പോ കസേര ഇല്ലെങ്കിൽ സത്യമായിട്ട് ആ പെണ്ണുങ്ങളുടെ കൂടെ ഒന്ന് ഞാനും പ്രശ്നം. കഴിഞ്ഞ ആഴ്ചയല്ലേ മീറ്റിങ്ങിന് കസേര ഇല്ലാഞ്ഞിട്ട് ചേച്ചി ഉൾപ്പെടെ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? ഞാൻ നിലത്തായിരുന്നത്. മോളെ, അതെ, അങ്ങനെ വെറുതെ ഉണ്ടായ കസേരയല്ല, എല്ലാ പെണ്ണുങ്ങളും കൂടി പിരിവിട്ട് മേടിച്ച കസേരയാ. അതങ്ങനെ കണ്ട പാർട്ടിക്കാർക്ക് കയറി ഇറങ്ങി നിരങ്ങാനുള്ളതല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സൈസ് സാധനങ്ങളല്ലേ മീറ്റിങ്ങിന് വരണേ. ഇത് തറ കേസുകൾ, തറ ഇരുന്ന് സംഭവിക്കൊന്നുമില്ല. പിന്നെ മര്യാദക്ക് എന്റെ കസേര കൊണ്ടുവന്നു. ഞങ്ങളെ പാർട്ടിയുടെ കസേര ഒന്ന് ഉറപ്പിക്കട്ടെ, എന്നിട്ട് നിന്റെ കസേര തരാം. കസേര ഉറപ്പിക്കുമ്പോ എന്റെ കസേര തെറിക്കും. ഒരു 10 പ്ലാസ്റ്റിക് കസേര മേടിക്കാനുള്ള ആവത് നിങ്ങളുടെ പാർട്ടിക്കില്ലേ? പോയി ചത്തൂടെ എല്ലാവർക്കും കൂടെ. ഒരു ചാക്കാലേക്ക് കൊണ്ടുപോയത് തിരിച്ചു കിട്ടില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തു. അവിടെ അന്ന് ഒരുത്തം ചത്തന്നെ ഞങ്ങളെ പാർട്ടിയുടെ കസേര എല്ലാം എടുത്ത് കൊടുത്തോണ്ടാണ് അന്ന് പെട്ടെന്ന് ഇത് എടുക്കേണ്ടി വന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങളിപ്പോ കാണും, ഞാൻ സംസാരിച്ചോളാം, എടുപ്പിച്ച് തരാം. നിനക്ക് കുറച്ച് കസേര ഇവിടെ കൊണ്ട് തരാനായിട്ട് ഇതിന് മാത്രം ഇനി ആലോചന? എടി, ഞാൻ നടരാൻ ഇന്ന് കാണുമല്ലോ, ഞങ്ങൾ നേരത്തെ കാണുമ്പോ പറയാം. എനിക്ക് വേണ്ട, എനിക്ക് തികഞ്ഞു മതി. കസേര തരാം, നിങ്ങൾ എല്ലാം കൂടി. ഞാൻ രാവിലെ ഒരുപാട് പ്രഷറിലാണ്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കസേര ചോദിക്കാൻ പോയിട്ട് എത്ര നേരമായി? നീ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നേ? ഞാൻ ക്ലീറ്റോ ചേട്ടൻ അത് പറയുമായിരുന്നു. എന്താണ് കസേരയുടെ കാര്യം നടരാജൻ ചേട്ടനോട് പറയാന്ന്. ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലേ? എനിക്കറിയാമല്ലോ, ക്ലീറ്റോ ചേട്ടന്റെ ഭർത്താവ് കേട്ട് അത് കിട്ടത്തില്ലെന്നാ തോന്നുന്നത്. അത് കൊള്ളാല്ലേ. ഇവനിത് എന്തിന്റെ കേടാ?
വീട്ടിൽ കിടന്ന കസേരകൾ പറഞ്ഞ് വല്ലോന്റെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുന്ന കസേര കിട്ടുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. എന്തോടെ ആ കുടുംബശ്രീയുടെ കസേരയൊക്കെ എടുത്തോണ്ട് പോയിട്ട് തിരിച്ചോണ്ട് വരുന്നത്? ഞാൻ കസേര എടുത്ത് 1-2 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഈ വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ല. അല്ല ഇതൊക്കെ ചോദിക്കാം. നീ ആര് കുടുംബശ്രീയിലെ മെമ്പറാ? ഇവിടെ കുടുംബശ്രീയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നത് എന്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ആഹാ, ഭാര്യയ്ക്ക് ആ പ്രധാനപ്പെട്ട സ്ഥാനം കിട്ടാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ സർക്കാർ ഉദ്യോഗസ്ഥ? അത് ഇങ്ങനെ ഒരു നീ കൂടുതൽ കസേര എടുത്തിട്ട് അങ്ങോട്ട്. വീട്ടുവെച്ചിട്ട് അതിങ്ങോട്ട് തരാൻ പറ. ഞാനത് മര്യാദയ്ക്ക് ഇവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവന്റെ ഇപ്പോഴത്തെ ഈ സംസാരം ഉണ്ടല്ലോ, അത് കേട്ട സ്ഥിതിക്ക് ഇനി ഞാൻ കസേര ഇങ്ങോട്ട് കൊണ്ടുവരണില്ല. ഇപ്പോഴത്തെ ഈ സംസാരം ഞാൻ ഇപ്പോഴല്ലേ തുടങ്ങിയത്. ഇത്രയും ദിവസം പറഞ്ഞില്ലല്ലോ ഞാൻ. ആണാ? എടാ പറയണതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ചെയ്യണതിനൊരു മര്യാദ. ചെയ്യണത് മര്യാദ എന്തായിക്കോട്ടെ. ഒരാളുമായിട്ട് സംസാരിക്കുമ്പോ കസേരയാണ് അത് പോയ 1-2 ദിവസം ചിലപ്പോ താമസിച്ചിരിക്കും. ഒരു ആവശ്യം ഒരു വീട്ടിൽ കിടക്കാണ്. അപ്പൊ അത് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ അതിന് സമയം വേണം. ഇവിടെ ഇപ്പൊ ആവശ്യമില്ലേ? ഉണ്ട്, പക്ഷെ അതിന് പറയണതിനൊക്കെ ഒരു രീതിയുണ്ട്. എന്ത് പറയിപ്പിച്ചല്ലേ? നീ നിന്റെ പോലീസ് മുറയൊക്കെ നീ സ്റ്റേഷനിൽ കാണിച്ചാൽ മതി. എന്നോടത് വേണ്ട. ഈ രാഷ്ട്രീയക്കാരോട് കളിച്ചാൽ എന്താവുന്നുള്ളത് എനിക്ക് അറിയാലോ. പിന്നെ നീ എന്തായാലും ആ കസേര ഇങ്ങോട്ട് കൊണ്ടുവരണില്ല. നീ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കും. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. വെറുതെ അല്ല, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കരുത്. കസേര ഇവിടെ കൊണ്ടുവരാൻ സൗകര്യമില്ല. നീ കസേര ഇവിടെ കൊണ്ടുവരാൻ കാണോ? പിന്നെ നീ ഇവിടെ കസേര കൊണ്ടുവെക്കണോ? നീ അല്ലെങ്കിൽ നിന്റെ അണികളിവിടെ കൊണ്ടുവയ്ക്കും. നിന്റെ അണികള് കൊണ്ടുവയ്ക്കോ? അങ്ങനെ അവന്മാരാ കസേര ഇവിടെ കൊണ്ടുവയ്ക്കോ? ഇതാണ്ടാ ഞാൻ എടുത്തു കളയും. പകുതി ഉള്ളതിന്റെ പകുതി അങ്ങ് എടുക്കുക. പകുതി എടുക്കും ഞാൻ. ഇനി ഏമാൻ എന്ത് ചെയ്യും? നടന്നില്ലെങ്കിൽ അതുകൂടെ ഒന്ന് പറ. ഇത് മുഴുവനായിട്ട് എടുക്കും. നീ ആ കസേര ഇവിടെ കൊണ്ട്, നീയോ നിന്റെ അണികളോ ഈ കസേര ഇവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് ഞങ്ങൾ ഇതില്ലാതെ ഇങ്ങനെ ആക്കണത്. അത് ഞാൻ ആയിക്കോളാം. ഇത് ഇല്ലാതാവൂലടാ. ഇത് ഇല്ലാതാവൂല. പോലീസുകാരന്റെ മോട എന്റെ അടുത്ത് നീ വെറുതെ പോന്നിയ കൈമറ കിടക്കുക. പിന്നെ നീ എന്താ ഇതിനകത്ത്? ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ സ്കൂട്ടർ കൊണ്ട് അങ്ങോട്ട് വരണം. എന്റെ മുമ്പ് കിടന്ന് വെള്ളത്തിൽ കാണിക്കരുത്. കുടുംബശ്രീയിലെ പെമ്പിള്ളേരെല്ലാം കൂടെ അങ്ങോട്ട് വരും. അത് സ്റ്റാർട്ട് ആവൂലടാ. നിന്നെ പോലെ ഒരു പാഴിനെ ചുമന്ന് വന്ന് അതും പാഴായി. അല്ല നിന്നെ വിശ്വസിക്കുമ്പോൾ മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുന്നതിനകത്ത് അണ്ണനല്ല പെട്രോൾ ഒഴിച്ച് കത്തിക്കണ. ഞാൻ അങ്ങോട്ട് വരുന്ന മാനേനെ പോയാൽ നിനക്കൊള്ളാം. നിനക്കല്ലേ പണി ഉണ്ടാടി. എന്ത് കുടുംബശ്രീ സാധനത്തിന് കൊടുക്കണം എന്തിനാണ് നിങ്ങൾ ചോദിച്ചപ്പോ കൊടുത്തു പോയതല്ലേ? ഇപ്പൊ അനുഭവിച്ചോളൂ. അമ്മ എന്താ വിഷമിച്ചിരിക്കുന്ന? അന്നേ വല്ലതും കഴിക്കാം വാ. നിങ്ങളൊക്കെ കഴിച്ചില്ല, അതല്ലേ വിളിച്ചത്. എന്റെ പൊന്നു കുഞ്ഞ, എനിക്കൊന്നും വേണ്ട. ഞാൻ മടുത്തെന്ന് പറയാലോ. മക്കള് കേട്ടില്ലേ ഇന്നത്തെ വഴക്കം വയ്യ വലിയവന്റെയൊക്കെ കേട്ടാ? ഒരുത്തൻ പകുതി മീശ എടുക്കാൻ പോണു, ഒരുത്തൻ മുഴുവൻ മീശ എടുത്ത് കളയാൻ പോണു. എന്തൊക്കെയാണ് ഈ ലഹള? എന്തോന്നാണിത്? അവര് മീശ എടുക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നേ വാ. വീട്ടിനകത്തൊരു സമാധാനം വേണ്ടേ? നീ പോ, ഞാൻ വരാം. കവലയിൽ നടന്ന സംഭവം വല്ലതും അറിഞ്ഞോ? എന്തുവാ? 2 അളിയന്മാരുടെ ദ്വന്ദ്വയുദ്ധം. അത് കുടുംബശ്രീയുടെ ഊള കസരയുടെ പേര്. എന്റെ ദേമി ഇവിടുന്ന് പോയപ്പോഴേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ 2 കൂടി ഇടി വെക്കുവാ. നല്ല കാര്യമുണ്ട്. ഇവിടെ വെച്ച് ചർച്ച ചെയ്ത് വഴക്കെങ്കിൽ വഴക്കൊരു തീരുമാനമായതല്ലേ? ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ലഹള നടക്കുന്നു ആലോചിച്ചോണ്ടിരിക്കായിരുന്നു ഞാനിവിടെ. എന്തെങ്കിലുമൊക്കെ നടക്കും. നാട്ടുകാർ നോക്കുമ്പോൾ ഒരു വീട്ടിൽ അളിയനോ അല്ലേ നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് ആലോചിച്ചു കേട്ടോ. പോട്ടെ, പിന്നെ പറയാം. വാ അമ്മേ കഴിക്കാം. അച്ഛൻ വല്ലതും കഴിച്ചാ? ഇല്ല. എന്താ വാ കഴിക്കാം. അത് ഭയങ്കര സ്നേഹമല്ല, അപ്പോഴെങ്കിലും ഈ വായന്ന് അടച്ചു വെക്കുമല്ലോ. ഒരു കാര്യം ഉറപ്പാ, ഏതെങ്കിലും ഒരു അളിയന്റെ മീശ പോണെങ്കിൽ പോട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നേ വാ. കഴിക്കണ്ട, ഇവിടെ നിന്ന് താഴെ പോയി കഴിച്ചാൽ എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കുന്നു. ഉള്ള കാര്യം എന്ന് പറഞ്ഞപ്പോ ആഹാരം നിശ്ചയിച്ചോ. കുഴപ്പമില്ല, താഴെ കഴിച്ചോളാം. ചേട്ടത്തി കഴിഞ്ഞ പണി കവല നടന്ന സംഭവം വല്ലതും അറിഞ്ഞോ? കുറച്ചു നേരത്തെ അയ്യപ്പനും കോശി സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു അവിടെ. ഷൂട്ടിംഗ് നടക്കുന്നോ? ഷൂട്ടിംഗ് നടക്കുന്നല്ല, കനകം മച്ചമ്മിയും ക്ലീറ്റോ മച്ചമ്മിയും പൃഥ്വിരാജിനെയും ബിജു മേനെ പോലെ ഇവിടെ തർക്കം. ഞാനും നടരാജനും അൻസാറിക്കും ക്ലീറ്റോ മച്ചമ്മിയുടെ ചായ അടിച്ചോണ്ടിരിക്കുവായിരുന്നു. കനകം മച്ചമ്മി വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നേരെ ഒരു ഒറ്റ ചാട്ടം നടരാജന്റെ അടുത്തു. എന്താ കസേര കൊണ്ടുവരുത്ത, നാളെ കൊണ്ടുവന്നില്ല നിന്നെ പിടി ജയിലിടുമെന്ന് പറഞ്ഞു ഒരു ചാട്ടം. കസേരയുടെ പേരിലാ കൊടുത്തോ ക്ലീറ്റോ മച്ചമ്പി? ശരിക്കും വാക്കാറ്റമായി. ക്ലീറ്റോ
കനകനോട് വിശ്വസിച്ചു. ഏടാ, ഞാൻ മൊബൈൽ കണ്ടായിരുന്നാ ഞാൻ എടുത്തോണ്ട് പോയത്. ഇവിടെ കുത്തിയിട്ടൊന്നും എടുത്തില്ല. എന്തോ ഒരു തർക്കമായിരുന്നു അറിയാവോ. ഞാൻ വിചാരിച്ച കയ്യാങ്കളിയിലോട്ട് പോവായിരിക്കും. കയ്യങ്ങളി ഉണ്ടായില്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്കുന്നത് സമയം എന്ത് പറഞ്ഞു? എന്ത് തീരുമാനമായി? തീരുമാനം എന്ന് പറയുന്നത് എടുത്തോണ്ട് പോയ കസേര തിരിച്ചിവിടെ കൊണ്ടിടിപ്പിക്കുന്നു, നിന്റെ മീശ എടുപ്പിക്കുന്നു കനാമച്ചം. കത്തിച്ച് കളഞ്ഞാലും ആക്രിക്കാർക്ക് കൊടുത്താലും തിരിച്ച് കസേര എടുത്തിരുന്നത് ക്ലീറ്റാമച്ചം. അയ്യോ അയ്യോ കത്തിച്ചു കളയുന്നാ? പിന്നെ എന്നാ ക്ലീറ്റ വിവരം അറിയും. എന്ത് വിവരം അറിയാലോ? വിവരം അറിയും. അതുകൊണ്ട് ഞങ്ങളുടെ കസേര കത്തിക്കാൻ ഞങ്ങള് സമ്മതിക്കൂല. ഞങ്ങളുടെ കസേര എന്തേ? ഞങ്ങള് പിരിവിട്ട് മേടിച്ചതാ. പിരിവിട്ട് എന്നിട്ട് നേരത്തെ തർക്കം ഉണ്ടായപ്പോ ഒന്നും ഈ ചൊല്ലം കണ്ടില്ലായിരുന്നല്ലോ. അതെ, നിന്റെ പെങ്ങളോട് പോയി പറ. അവളോട് ഞാൻ ആവുന്നത് പറഞ്ഞ ക്ലീറ്റോക്ക് എടുത്ത് കൊടുക്കല്ലേ 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 എന്ന്. അപ്പൊ പഴയ പ്രസിഡന്റിന്റെ വാക്ക് കേൾക്കാൻ മടി, അഭിമാനക്കുറവ്. സ്വയം പറയുന്നല്ലോ പഴയതാണെന്ന്. പിന്നെ അവരുള്ള ഒരു കേക്ക് നീ വന്നേ. പിടി. അല്ല, കേട്ടില്ല. ആ കേക്കാത്ത തന്നെയാണ് ലില്ലിപ്പണ്ട് അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ തുന്നി തരണോ? അല്ലതാ അതാ തുന്നണം. തുന്നണം. പോക്കറ്റ് പിന്നെ 500 രൂപ നിന്റെ പോക്കറ്റില്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ കസേരയാണ്. മര്യാദക്ക് നീ ആണെങ്കിലും പോയി എടുത്തോണ്ട് വന്ന് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നിന്റെ പെങ്ങൾക്ക് ഇനി കുടുംബ യൂണിറ്റിൽ സമാധാനം ഉണ്ടാവില്ലോ. അതുമല്ല, ഞാൻ കസേര എടുത്തിട്ട് ക്ലീറ്റാ മച്ചപ്പോ എന്നെ ഇവിടെ ഇറക്കി വിടും. നിനക്കൊന്നും വായിൽ നാക്കില്ലേ? ചെയ്യണത് തെറ്റാണെന്ന് പറയണം. അളിയന്മാരുടെ കാര്യമല്ല. ഞങ്ങളുടെ കസേര എടുത്തിട്ട് നിനക്കൊക്കെ ചന്തി വെച്ച് അതിനകത്ത് ഇരിക്കാമല്ലോ. ആരിരുന്ന് കൊള്ളാത്ത കസേര അതിനും വേണ്ടില്ല. ഊക്കള കസേര മേടിച്ചോണ്ട് വന്നിട്ട് അതിനകത്ത് ഇതേ വല്ലതും പറയും കേട്ടോ. ഞാൻ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തൂല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ വീട്ടിലുള്ളതല്ല. തീർന്നേ. എന്റെ റൊണാൾഡേ, നിങ്ങളല്ലേ പാർട്ടി. ഇപ്പൊ ഇരുന്നവരും ഉണ്ടാവൂല, കൊണ്ടുപോയവരും ഉണ്ടാവൂല, ആരുമില്ല. ഇപ്പൊ ആർക്കും അറിയാൻ പാടില്ല കസേര എന്ത് ചെയ്യുന്നു. കസേര എടുത്തോണ്ട് വന്നാക്കി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് ഇരിക്കാൻ വേണ്ടി പോയേക്കുന്ന. അങ്ങോട്ട് പാർട്ടി കൂടാനേ കസേര ഇല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി കൂടണ്ട. കിട്ടിയത് തന്നെ മച്ചമ്പിയുടെ വീരഗാഥ വന്ന് പറയുന്നു ഇവിടെ. തമിഴ് മൊഴിയേ കോളറയിലൊക്കെ അഴുക്ക് അതേപോലെ ഇരിപ്പുണ്ട്. അതാണിത്. പെണ്ണുങ്ങളെ ചെയ്യാണ്ട് പോലും പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. അച്ചാച്ചാ, എന്തായിരുന്നു പ്രശ്നം? എനിക്കറിയത്തില്ല. എന്തായിരുന്നു അവിടെ പ്രശ്നം? ഞാനത് പറയാൻ വന്നപ്പോ അമ്മായിമ്മയുടെ മുമ്പിൽ തന്നെ ആട്ടി ഇറക്കി വിട്ടില്ല. എന്താ അമ്മ അറിയണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാൻ കണ്ണ് കാണിച്ചു തന്നിട്ട് അതുപോലും മനസ്സിലാവണില്ല. എനിക്കറിയത്തില്ല. ക്ലീറ്റോ ചേട്ടനെ കനമച്ചപ്പോ വിളിച്ചു. അവരെ വിളിച്ചോര് അവരെ പിന്നെ അച്ചാച്ചനെ അറിഞ്ഞില്ല. ഇപ്പൊ അവരെ വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പറ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവര് തമ്മിലുള്ള വഴക്ക് ഇവിടെ ഉള്ള ഇനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾക്ക് ഒരേ കാണാപ്പാടമാണ്. അപ്പൊ അത് ആദ്യമായിട്ടുള്ള സംഭവം ഒന്നും അല്ലല്ലോ. ഒത്തിരിയുള്ള കാര്യമില്ല. ഞാൻ വന്ന് അമ്മ എടുത്ത് പറയുമ്പോൾ അമ്മയ്ക്ക് മുഴുവൻ കണ്ണടച്ച് കാണിക്കേണ്ട കാര്യമൊന്നും അമ്മയ്ക്ക് അറിയാമല്ലോ അവരുള്ള വഴക്ക്. എന്തായിരുന്നു ടെൻഷൻ അടിപ്പിക്കാതെ. ജംഗ്ഷനിലെ എല്ലാവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് നായരേട്ടന്റെ കട ഇരിക്കുമായിരുന്നു. അന്നേരം കനകമച്ചമ്മ വണ്ടി കൊണ്ടുവരുത്തിട്ട് നടരാജനെ വിളിച്ച് വരട്ടി. കസേര തിരിച്ച് ഗോഡൌണിൽ കൊണ്ടിട്ട് അവിടെ കുടുംബശ്രീയുടെ അവിടെ ഹാളിൽ കൊണ്ടിട്ടില്ലെന്നുണ്ട് പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് നമുക്ക് ക്ലീറ്റോ വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ അറ്റൻഡ് ചെയ്തു. കത്തിച്ച് കളഞ്ഞാലും തരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അതെന്ത് വർത്തമാനമാണ് ക്ലീറ്റോ ചേട്ടൻ പറഞ്ഞത്? ഇവിടുന്ന് എടുത്തോണ്ട് പോയിട്ട് കത്തിച്ച് കളഞ്ഞാലും തരത്തില്ലെന്നാ? ഞാൻ നിന്റെ അടുത്തൊരു കാര്യം, നിനക്ക് എല്ലാ സ്വഭാവം അറിയാലോ. നിനക്ക് ഇതിങ്ങനെ പരസ്യമായിട്ട് ഒന്ന് കസേര വയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്നും ക്ലീറ്റോ വെച്ചപ്പോ വിളിച്ചു പറഞ്ഞാൽ ആരും മനം അറിയാതെ പോകത്തില്ലായിരുന്നു. ഞാൻ ഏട്ടനോട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏട്ടൻ പോയി ഇപ്പൊ ചോദിക്കുമെന്ന് ഞാൻ അറിഞ്ഞ. ഇപ്പൊ വാക്കുവാദം വാക്കായിട്ട് വെല്ലുവിളി വരെ ആയില്ലേ? അപ്പൊ ഇനി കൊണ്ടുവരത്തില്ലേ കസേര? ഒന്നും അറിയത്തില്ല. എങ്ങനെ ആ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്റെ തലേ കയറും. ഞാനാണെങ്കിൽ പറഞ്ഞു അവര് തന്നില്ലെങ്കിൽ എന്തോ ഞാൻ എന്റെ കയ്യിലെ കാശും മുടക്കി കസേര വാങ്ങിക്കുമെന്ന്. അത് തന്നെ വേണ്ടി വരും. എന്തൊരു കഷ്ടമാണ്. കൂടപ്പിറപ്പുകൾ തന്നെ ഇങ്ങനെ ചതിച്ച എന്ത് ചെയ്യും? കുഴപ്പം ഇതാ ഞാൻ പറഞ്ഞു. ഇവര് രണ്ടുപേരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചോ അളന്നേ സംസാരിക്കോ. ഏത് സമയം ഒരു ഭൂകമ്പത്തിന്റെ മുമ്പിലാണ് നമ്മളൊന്ന് ഒരു ചിന്ത എപ്പോഴും ഉണ്ടായ എല്ലാവർക്കും. ഇനി ക്ലീറ്റോ ചേട്ടൻ വാശി കയറി തരത്തില്ലായിരിക്കും. തരത്തില്ല, നമുക്ക് പിടിച്ചു വരിക്കാൻ പറ്റും. പാർട്ടി ഓഫീസിൽ കിടക്കുന്ന സാധനം നമുക്ക് എങ്ങനെ ഇറക്കിക്കൊണ്ടുവരാൻ പറച്ചിലേ ഉണ്ടാവത്തുള്ളൂ. തരുമായിരിക്കും. അങ്ങനെ ഉണ്ടായ മക്കളുടെ ഭാഗ്യം. എന്തായാലും കൊടകാള മാതാവിന് ഒരു കൂട് മെഴുകുതിരി തന്നു. ഇവരെല്ലാം കൂടെ എന്നെ എല്ലാരും ഇങ്ങനെ ചോറ് കഴിക്കാൻ വിളിക്കാതെ എന്താ വരാഞ്ഞത്? എത്ര പ്രാവശ്യം വിളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ. അതെനിക്ക് അപ്പൊ ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞിട്ട് അച്ചാച്ചൻ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് പോലും അച്ചാച്ചൻ ആങ്ങളമാർക്ക് കെട്ടിയവരുള്ള ഈ ദേഷ്യം തന്നെ എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. ഉറപ്പാണോ? വേണ്ടേ? ഇല്ല, വരുന്നില്ല. വേണ്ടേ? വരാം, വിട്ടിട്ട് വരാം. ഒന്നുകൂടെ പറയണേ. എന്ത്? അച്ചാച്ചനൊന്ന് എനിക്കിതിനകത്ത് റോളില്ല മോളെ, ഒരു റോളും ഇല്ല. നിങ്ങൾ കെട്ടിയവനും അച്ചമ്മയോടും പറ ഞാൻ എന്നിട്ട് നിരപരാധിയാണ്. അടി നല്ലത് ഇവിടെ കെട്ട് എന്നെ കൊണ്ട് കിട്ടും. ഏട്ടാ ഉറങ്ങിയാ?
ഏട്ടാ എനിക്ക് ടെൻഷൻ കൊണ്ട് പോയി ഏട്ടാ. എന്തിനാ? ഞങ്ങളുടെ കസേര കിട്ടാൻ പോണില്ല. എന്താണ്? ടീറ്റോ ചേട്ടൻ ഒന്നെങ്കിലും അത് ആക്രിക്ക് വിൽക്കും, അല്ലെങ്കിൽ അത് കത്തിച്ച് കളയും. റൊണാൾഡോ ചേച്ചൻ പറഞ്ഞു. കഷ്ടമായി. ഇപ്പൊ ഞാൻ എന്തിനാണ് അതേമേ കൊടുത്തത്? ഒരു കാര്യം ചെയ്യ്, ഈ കുടുംബശ്രീയുടെ സെക്രട്ടറിയെ കൊണ്ട് നീ കൂടെ എന്നിട്ട് ഒരു പരാതി എഴുത്താം. സ്റ്റേഷനിലോ? പിന്നെ അല്ലാതെ പ്രശ്നമാവോ? എന്ത് പ്രശ്നം? അല്ല ക്ലീറ്റോ ചേട്ടനും വല്ല പ്രശ്നമാവോ? ഒന്നുമില്ലടി, നിങ്ങളുടെ സാധനം എടുത്തോണ്ട് പോയിട്ട് തിരിച്ചു വന്നില്ല. അപ്പൊ അതിന് വേണ്ട നടപടികളെടുക്കും. സാധനം ഇവിടെ എത്തും. എന്ത്? എന്തൊരു കാടാ ഇവിടെയൊക്കെ. ആ ക്ലീറ്റോ നേതാവിന്റെ അടുത്ത് പറഞ്ഞിട്ടേ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കണം. ഇതാ നടരാജൻ വിളിക്കുന്നു. എന്നെയല്ല ഇത്. നടരാജനെ വിളിച്ചോ. കുടുംബശ്രീന്ന് കസാര എടുത്ത് എന്താ തിരിച്ചു കൊടുക്കാനേ? കൊടുക്കുമെന്നോ? ഇതേവരെ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പരാതി കിട്ടിയല്ലോ. ഇന്ന് വൈകിട്ട് തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടിനെ പിടിച്ചകത്തിലും ഒരു ദാക്ഷിണ്യമില്ല. പറഞ്ഞ മനസ്സിലായോ? കൊടുക്കും പറഞ്ഞ അവിടെ ഇരുന്നോ. ഇന്ന് വൈകിട്ട് വരെ ഞാൻ നോക്കട്ടെ. എന്താ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? എല്ലാം ശരിയായി, ഇപ്പൊ വരും എന്നിട്ട് കുറെ നേരം ആയല്ലോ. അത് തരാനൊന്നും പോകുന്നില്ല. സത്യം ക്ലീറ്റയാണ് ആള്. ഈശ്വര, ഞാൻ ഏത് നേരത്താണോ എടുത്തു കൊടുത്തത്? നിങ്ങൾക്കൊന്ന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മലയാളം പറഞ്ഞ പിന്നെ മനസ്സിലാവത്തില്ല. കസേരയായിട്ട് അവർ പുറപ്പെട്ട് കഴിഞ്ഞ് ഇപ്പൊ എത്തും. കണ്ടോ വന്നിറങ്ങണത്? നിങ്ങളുടെ പരാതി കിട്ടിയപ്പോ തന്നെ സർക്കിൾ ഇടപെട്ടു. കുടുംബശ്രീയുടെ പ്രശ്നമല്ലേ, ഇടപെടാതിരിക്കാൻ പറ്റുമോ? പോലീസുകാരെ വിളിച്ചു പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടരാനെ പോകാൻ പറഞ്ഞു. കൃത്യമായിട്ട് നടരാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും. വെയിറ്റ് ചെയ്യും. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? 2 മിനിറ്റ്. രാത്രി ആവണവരെ വെയിറ്റ് ചെയ്യാം. അല്ല, എനിക്ക് കസേര കിട്ടിയാ മതി. എനിക്കതൊന്നുമല്ല. കസേര ഇവിടെ ഇറങ്ങിയതിന് ശേഷം അപ്പുറത്തെ നിന്റെ അവന്റെ ഈ വീശയില്ലാത്ത മോന്ത എനിക്കൊന്ന് കാണണം. അതൊന്നും നീ ആഗ്രഹിക്കണ്ട. ആവശ്യമില്ലാത്ത സംസാരം. അല്ല, പറഞ്ഞത് ക്ലീറ്റോയാണ്. ഇതൊന്നും നടക്കാൻ പോണില്ല. കസേരണ്ടാ? ഉണ്ട് ചേച്ചി, ഉണ്ട്. എല്ലാവരുടെ പോണത് നമ്മുടെ കസേര. കസേര കിട്ടിയ പയ്യ വലിയ സീറ്റ് കൊണ്ട. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. വാക്ക് പാലിച്ചേ. ആ, അവൻ വാക്ക് പാലിച്ചടക്ക തന്നെ. അതിങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കട്ടാ. എല്ലാം ഉണ്ട്. എന്താ സമാധാനമായി. കസേര കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്റെ പേര് കേസൊന്നും ഉണ്ടാവരുത്. അയ്യോ, ആ കുഴപ്പമില്ല. അവിടെ ഉണ്ട്. വിളിക്കണോ? വേണ്ട. കേട്ടോ, ഈ മീശ ഇവിടെ ഇങ്ങനെ ഇരിക്കും. ആ മീശ അവിടെ അങ്ങനെ ഇരിക്കും. ക്ലീറ്റോ ചേട്ടൻ പഠിക്കാനൊന്നും പോണില്ല. അവനെ പഠിപ്പിക്കും ഞാൻ. അവൻ പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാൻ എനിക്കറിയാം. നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഈ ക്ലീറ്റസേ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും. അതാണ് ക്ലീറ്റസ് മത്തായി. പക്ഷെ വേണ്ടിയിരുന്നില്ലടാ.